Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 6th സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി 2 സബ്ജക്ട്സിന്റെ എക്സാംസ് ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് ആണ്. ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, ദെൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നെക്സ്റ്റ് നമ്മളെപ്പോഴും ചെയ്യുന്നതാണ് എക്സാമിൻ്റെ തലേദിവസം. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും ജസ്റ്റ് ഒന്ന് പാസ്സാകുക, അത് മാത്രമല്ല നല്ല മാർക്സിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം BCom BBA സ്റ്റുഡൻസിന് അതുപോലെ തന്നെ MCom MBA സ്റ്റുഡൻസിനൊക്കെ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സോ എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഈ ഒരു സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ബേസിക് കാര്യങ്ങളും അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കുട്ടികൾ എപ്പോഴും ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി, ഇതിലെ പ്രോബ്ലംസ് സ്കിപ്പ് ചെയ്താൽ വല്ല പ്രശ്നമുണ്ടോ? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 4 SI ചോദ്യങ്ങളിൽ ഒരു SI ചോദ്യം പ്രോബ്ലം ആയിട്ടാണ് വരാറ്. അപ്പോൾ 10 മാർക്ക്. ദെൻ പിന്നെ പാർട്ട് ബിയിലെ 2 പ്രോബ്ലംസും ബാക്കി 6 തിയറി ചോദ്യങ്ങളുമാണ് വരാറ്. അപ്പോൾ ടോട്ടല് 20 മാർക്സിൻ്റെ പ്രോബ്ലംസ് ആണ് സാധാരണ കണ്ടുവരാറ്. ഇതുവരെയുള്ള പേപ്പറിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ SIക്ക് 4 ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു പ്രോബ്ലമാണ് വരാറ്, ബാക്കി 3 തിയറിയാണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസിന് നമ്മൾ SIക്ക് ആൻസർ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്രോബ്ലം സ്കിപ്പ് ചെയ്താലും അപ്പുറത്തെ തിയറിയുടെ ചോദ്യങ്ങളുണ്ട്. ഇനി പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ 2 പ്രോബ്ലംസ് ആണ് അവിടെ കണ്ടുവരാറ്, ബാക്കി 6 തിയറിയാണ്. അപ്പോൾ പ്രോബ്ലം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് അറിയാമെങ്കിൽ അത് ചെയ്യുക, അതല്ലെങ്കിലും അപ്പുറത്ത് ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ അത് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചില കോമൺ ഏരിയാസ്, ബേസിക് കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്താൽ പോലും അവിടെ പാസ്സാകാൻ സാധിക്കും. എങ്ങനെ? ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് പാസ്സാകാൻ എത്രയാണ്? 35 മാർക്കാണ് വേണ്ടേ. സോ 10 മാർക്ക് ഇന്റേണലിൽ നിങ്ങൾക്ക് MCQ വഴിയോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് റെഗുലർ സ്റ്റുഡൻസ് ആണെങ്കിൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് ഒരു 25 മാർക്ക് മേടിക്കാനുള്ള ടെക്നിക്സ് ആണ് നമ്മളിപ്പോൾ പറയുന്നത്. ഏതൊക്കെ ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്യണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം. സോ ഇതിൽ SI ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് പാർട്ട് സിയും പാർട്ട് എയും ആണ് മെയിനായിട്ട് പാസ്സാകാൻ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്. അപ്പോൾ ഇതിൽ SI ചോദ്യം എന്ന് പറയുന്നത് എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകുമ്പോഴും ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് എസ്പെഷ്യലി റോൾ ഓഫ് സെബി ആസ് എൻ ഇൻവെസ്റ്റർ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം അവസാനത്തെ ഒരു 2-3 വർഷത്തെ പേപ്പർ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു മൊഡ്യൂളിൽ നിന്ന്, ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഒരു SI കമ്പൽസറി ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്, സെബീനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. വീണ്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ആ ഒരു ചോദ്യം പഠിക്കാൻ അധികം സമയം വേണ്ട. അപ്പം നമുക്ക് 2 SI കിട്ടാൻ ഒരെണ്ണം ഇങ്ങനെ എപ്പോഴും വരുന്നതാണ്, നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ഇനി ഒരെണ്ണം പ്രോബ്ലം ആണ് വരാറ്, പോർട്ട്ഫോളിയോ റിസ്കിൻ്റെ പ്രോബ്ലം ആണ്. പ്രോബ്ലം വളരെ ഈസിയാണ്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഫോക്കസ് ചെയ്തിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പ്രോബ്ലം ശരിയാവുകയാണെങ്കിൽ 10ൽ 10 കിട്ടും. ഇനി അതല്ലെങ്കിൽ പിന്നെ തിയറി ചോദ്യങ്ങളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ നമ്പർ 3 പഠിക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കാം. ബിക്കോസ് അതിൽ നിന്നൊരു ചോദ്യം മസ്റ്റായിട്ട് വരുന്നതാണ്. ഒന്നുകിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസോ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസോ, ദെൻ അല്ലെങ്കിൽ EIC എന്ന് പറഞ്ഞിട്ട് ഇക്കണോമിക് ഇൻഡസ്ട്രി കമ്പനി, ഈ 3 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് മൊഡ്യൂൾ നമ്പർ 3യിൽ നിന്ന് SI ആയിട്ട് വരാറ്. ബട്ട് അത് പല കുട്ടികൾക്കും അത്രത്തോളം താല്പര്യമില്ലാത്ത ഏരിയ ആയതുകൊണ്ട് പലരും അതിൽ നിന്ന് SI വന്നാൽ എടുക്കാറില്ല. സോ മൊഡ്യൂൾ നമ്പർ 5ൽ നിന്ന് ഒരു തിയറി ചോദ്യം, ഞാൻ ഈ പറഞ്ഞ റോൾ ഓഫ് സെബി, അതൊരെണ്ണം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം.
പ്രോബ്ലം അറിയാത്തവരാണെങ്കിൽ പിന്നെ ഒരു തിയറി ചോദ്യത്തിലോട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പിന്നെ വരാറ് പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബേസിക് തിയറി ചോദ്യം. ദെൻ പിന്നെ ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ചോദ്യം ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് എൻവയോൺമെന്റിന്റെ എലമെന്റ്സോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്സോ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ബേസിക് ചോദ്യം. ഇതിൽ ഏതെങ്കിലുമാണ് പിന്നെ ഒരു തിയറി ആയിട്ട് വരാറ്. അപ്പോൾ ഒരു 4 SE ചോദ്യം എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലം പോർട്ട്ഫോളിയോ റിസ്കിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാർക്കോവിറ്റ്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നോക്കാം. അതല്ലെങ്കിൽ പിന്നെ ബാക്കി 3 തിയറിയിലോട്ട് പോകുമ്പോൾ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഒരു തിയറി എപ്പോഴും വരുന്നുണ്ട്. മൊഡ്യൂൾ നമ്പർ 3യിൽ നിന്ന് ഞാൻ പറഞ്ഞു ടെക്നിക്കൽ ഫണ്ടമെന്റൽ അനാലിസിസ് EIC. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു തിയറി ചോദ്യം. പിന്നെ പോർട്ട്ഫോളിയോ, അത് പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫിക്കേഷൻ ആവാം, മാനേജ്മെന്റ് ആവാം, അതിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു തിയറി. ദെൻ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിക്സ്, ഇൻവെസ്റ്റ്മെന്റ് എൻവയോൺമെന്റ് എലമെന്റ്സോ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്സോ ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ ഒരു ചോദ്യമോ അങ്ങനെയും വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഓൾറെഡി റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന SE ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും SEക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ 2 SE ചോദ്യങ്ങൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ബുദ്ധിമുട്ടാണ് എങ്കിലും ലാസ്റ്റ് മൊഡ്യൂള് ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, റോൾ ഓഫ് സെബി എന്നൊക്കെ പറയുന്നത് ജനറൽ ചോദ്യമാണ്. അതിൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളില്ല, വളരെ ഈസിയാണ്. ആ ചോദ്യവും ആദ്യത്തെ മൊഡ്യൂളിലത്തെ ഒരു SEയും അങ്ങനെ കിട്ടിയാലും നമുക്ക് 2 SE അവിടെ ലഭിച്ചു. ഓക്കെ, പിന്നെ പ്രോബ്ലം അറിയാത്തവർ അപ്പോൾ ഇങ്ങനെ നോക്കാം. ഇനി പിന്നെ പാർട്ട് എയിലോട്ടാണ് പോകേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, പാർട്ട് എയിൽ നമുക്ക് 15 ചോദ്യങ്ങളുണ്ട്. സോ അതിൽ നിന്ന് മിനിമം നമുക്കൊരു 6 എണ്ണം കിട്ടാൻ ഒരു പാടില്ല. ഞാൻ 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. എസ്പെഷ്യലി എല്ലാ പേപ്പറിലും കാണുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ദെൻ റിസ്ക് എന്താണ്, ഇൻവെസ്റ്റർ ആരാണ്, പല തരത്തിലുള്ള റിസ്ക്, സിസ്റ്റമാറ്റിക് അൺസിസ്റ്റമാറ്റിക്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം, ബിസിനസ് റിസ്ക് എന്താണ്, മാർക്കറ്റ് റിസ്ക് എന്താണ്, അങ്ങനെ റിസ്കിലെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം. ടെക്നിക്കൽ അനാലിസിസ് എന്താണ്, ഫണ്ടമെന്റൽ അനാലിസിസ് ആണ് എന്താണ്, EIC എന്താണ്, PE റേഷ്യോ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ എന്താണ്, ദെൻ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്താണ്, ബോണ്ട് എന്താണ്, ഷെയർ എന്താണ്, അങ്ങനെയുള്ള ബേസിക് ചോദ്യങ്ങൾ ഒരുപാട് വരും. ഇൻസൈഡർ ട്രേഡിംഗ് എന്താണ്, നിഫ്റ്റി ഇൻഡെക്സ് എന്താണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പോർട്ട്ഫോളിയോ അനാലിസിസ് എന്താണ്, പോർട്ട്ഫോളിയോ റിസ്ക് എന്താണ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്താണ്, പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫിക്കേഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളതാണ്. ദെൻ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് എന്താണ്, കറണ്ട് ഈൽഡ് എന്താണ്, ബോണ്ട് ഈൽഡ് എന്താണ്, ബോണ്ട് ഡ്യൂറേഷൻ എന്താണ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി ഒരെണ്ണം എപ്പോഴും 2 മാർക്കിന്റെ വരാറുണ്ട്. ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണ്, ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണ്, ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് എന്താണ്, ദെൻ പ്രോബ്ലം ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള YTM, അതുപോലെ തന്നെ YTC, ഇതൊക്കെ എന്താണെന്ന് 2 മാർക്സിന്റെ തിയറി ആയിട്ട് വരാറുണ്ട്. ദെൻ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും നമ്മളെ ഡിഫറൻസ്, സെബി, അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ്, നിഫ്റ്റി, BSE NSE അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് ചോദിക്കാറുണ്ട്. ദെൻ മൊഡ്യൂൾ നമ്പർ 3ൽ 2 തിയറീസ് ഉണ്ട്, ഡോ തിയറിയും അതുപോലെ തന്നെ എലിവിയേറ്റ് വേവ് തിയറി. ഇതിലേതെങ്കിലും ഒരെണ്ണം എന്താണ്. പിന്നെ ഒരുപാട് ടെക്നിക്കൽ അനാലിസിസിലുള്ള ഡയഗ്രാംസ് ഉണ്ട്, പ്രൈസ് ചാർട്ട്സ്, അതുപോലെ തന്നെ കാൻഡിൽ സ്റ്റിക്ക്, കപ്പ് ആൻഡ് അല്ലേ ഷോൾഡർ, അതുപോലെ തന്നെ ഫ്ലാഗ്സ്, ലീഡിങ് ആൻഡ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യവും 2 മാർക്കിന് ചോദിക്കാറുണ്ട്. സോ ഇതൊക്കെയാണ് നമുക്ക് 2 മാർക്സിന് മിക്ക പേപ്പറുകളിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ 2 മാർക്സിനും അതുപോലെ തന്നെ SEക്ക് ആണെങ്കിലും നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടില്ല. ഈ 2 ഏരിയാസും ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് അവിടെ 20നേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യാൻ ഒരു പ്രശ്നമില്ല. ദെൻ നമ്മൾ നെക്സ്റ്റ് ഇപ്പോൾ പാർട്ട് സിയിൽ നിന്ന് 2 SEയും കൂടിയിട്ട് നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ 10 കിട്ടിയാൽ മതി. 2 മാർക്സിൻ്റെ നമ്മളൊരു 6 എണ്ണം എഴുതിയിട്ട് നമുക്കൊരു 10 മാർക്ക് കിട്ടിയാൽ തന്നെ 20നേക്കാൾ കൂടുതലായി. പാർട്ട് ബിയിലോട്ട് വരുമ്പോൾ 8 ക്വസ്റ്റ്യൻസിലെ 2 പ്രോബ്ലംസ് ആണ് വരുന്നത്. അതറിയാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. മിക്ക പേപ്പറിലും വരുന്ന SE എന്ന് പറയുന്നത് ഒരെണ്ണം നമുക്ക് ഈൽഡ്, ഡിവിഡൻഡ് ഈൽഡോ അല്ലെങ്കിൽ YTM കാൽക്കുലേഷനോ ഒരെണ്ണം, പിന്നെ കോറിലേഷൻ കോഎഫിഷ്യന്റോ എക്സ്പെക്ടഡ് റിട്ടേൺ, പോർട്ട്ഫോളിയോ റിട്ടേൺ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു പ്രോബ്ലം, അതാണ് വരാറ്. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് മറ്റ് തിയറി ചോദ്യങ്ങളുണ്ട്.
അത് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ 2-3 വരാറുണ്ട്, പിന്നെ കുറച്ച് ടഫായിട്ടുള്ളതും. അതിന് നേരത്തെ പറഞ്ഞ സെബിയുടെ റോളും ഇൻവെസ്റ്റർ പ്രൊട്ടക്ടറും ഒക്കെ SAക്ക് ചോദിച്ചില്ലെങ്കിൽ അത് 5 മാർക്കിന് എടുത്തിടാറുണ്ട്. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, പിന്നെ EIC ഇതൊക്കെ 2 മാർക്കിൻ്റെ വന്നില്ലെങ്കിൽ അതും 5 മാർക്കിൻ്റെ കാണാറുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ്, ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്സ്, ഇൻവെസ്റ്റ്മെന്റ് എൻവയോൺമെന്റ്, ഇതൊക്കെ നമുക്ക് 5 മാർക്കിൻ്റെ അതും കാണാറുണ്ട്. ദെൻ അതുപോലെ തന്നെ ഡൗ തിയറി, എലിവിയേറ്റ് വേവ് തിയറി, ഞാൻ 2 മാർക്സിന് പറഞ്ഞത് അത് അവിടെ പഠിച്ചത് ഇവിടേക്കും യൂസ്ഫുൾ ആണ്, അതും വരാറുണ്ട്. പിന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫിക്കേഷൻ, ഈ പറയുന്ന തിയറീസ് ഒക്കെ നമ്മൾ 2 മാർക്സിന് പറഞ്ഞത് തന്നെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് 5 മാർക്കിനും കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ 2 മാർക്സിനും അതുപോലെ തന്നെ 10 മാർക്സിനും പറഞ്ഞ പല ചോദ്യങ്ങളും അത് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും കണ്ടുവരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യം അനുസരിച്ച് ചിലപ്പോൾ ആ സെയിം കണ്ടന്റ് തന്നെ നമുക്ക് 5 മാർക്കിൻ്റെ കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമുക്കറിയുന്ന പോലെ പാർട്ട് ബിയും പ്രസൻറ്റ് ചെയ്താൽ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്ത് 2.5 മണിക്കൂർ മുഴുവൻ എക്സാമുകൾ സ്പെൻഡ് ചെയ്ത് നല്ല പ്രസൻറ്റേഷൻ ആണെങ്കിൽ പാസ് മാർക്കല്ല, അതിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യാൻ ഒരു പാടുമില്ല. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് ചോദ്യങ്ങൾ പാർട്ട് സിയിലോട്ടും പാർട്ട് എയിലോട്ടും ഫോക്കസ് ചെയ്താൽ അത് മാത്രം വെച്ച് തന്നെ പാസ്സാകാൻ ഈസിയാണ് ഈ ഒരു സബ്ജക്റ്റ്. എസ്പെഷ്യലി മൊഡ്യൂൾ നമ്പർ 5 പഠിക്കുക, മൊഡ്യൂൾ നമ്പർ 1 പഠിക്കുക, ദെൻ മൊഡ്യൂൾ നമ്പർ 4 ബേസിക് തിയറീസ് ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് 60% കൂടുതൽ ഇപ്പോൾ പഠിക്കുകയാണെങ്കിലും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത്. സോ ഇന്ന് നമ്മൾ ഈവനിങ് 7 മണിക്ക് എക്സാം റിലേറ്റഡ് ലൈവ് വയ്ക്കുന്നുണ്ട്, എല്ലാവരും അറ്റൻഡ് ചെയ്യുക. സോ അതിനുശേഷം നാളെ എക്സാം കഴിഞ്ഞ് എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.